ഈ ലീഗിലെ ഏറ്റവും വലിയ ശക്തരാണ് ഞങ്ങൾക്കെതിരെ ഏത് ടീം വന്നാലും അത് എവിടെ വെച്ചാണെങ്കിലും അത് കൊച്ചിയായാൽ പോലും അവർക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ കഴിയും. മോഹൻ ബഗാൻ വെരി സ്ട്രോങ് ടീം. അങ്ങനെ വീണ്ടും കേരള ബ്ലാസ്റ്റേഴ്സ് മറ്റൊരു ഹോം മത്സരത്തിന് പരാജയപ്പെട്ടു. എക്സ്പെഷ്യലി ഈ ഒരു കളി കാണാൻ പോയ ആരാധകർ ഒരിക്കലും ഇത് പരാജയപ്പെടുന്നു വിചാരിച്ചിട്ടാവില്ല കൊച്ചിയിലോട്ട് ആ ഒരു കളി കാണാനായിട്ട് പോയത്. ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് മോഹൻ ബഗാനെതിരെ പരാജയപ്പെട്ടത്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു പെർഫോമൻസ് ഇങ്ങനെ കണ്ടപ്പോൾ ഒരുപക്ഷെ സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷകൾ നമ്മളെ മനസ്സിലുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ ബ്ലാസ്റ്റേഴ്സ് വിചാരിച്ച ആ ഒരു ഫോമിലോട്ട് ബ്ലാസ്റ്റേഴ്സിന് എത്താൻ കഴിഞ്ഞില്ല എന്ന് വേണം ഈ ഒരു മത്സരത്തിന് മനസ്സിലാക്കാം. മോഹൻ ബഗാൻ ഒരു ഡിഫൻസീവ് ഫുട്ബോൾ തന്നെയായിരുന്നു മത്സരത്തിൽ കാഴ്ചവെച്ച്. ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഫുൾ അറ്റാക്കിംഗ് ഫുട്ബോൾ തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നത്. പക്ഷെ അവിടെ അല്ല മോഹൻ ബഗാന്റെ ക്വാളിറ്റി. അവർക്ക് കിട്ടിയ ചാൻസ് അവർ കൃത്യമായിട്ട് വലയിലെത്തിച്ചു എന്ന് വേണം പറയാം. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു മത്സരം കാണാൻ കുറെ ആരാധകർ ഏറെ പ്രതീക്ഷയോടെ ആയിരുന്നു ആ ഒരു കൊച്ചി സ്റ്റേഡിയത്തിലേക്ക് പോയിരുന്നത്. പക്ഷെ അവിടെ ഒന്നും കിട്ടിയ ഒരു ബാഡ് പെർഫോമൻസ് തന്നെയായിരുന്നു നമ്മൾ കാഴ്ചവെച്ചത്. ഈ ഒരു മത്സരത്തിൽ നമ്മൾ ഏറെ മിസ് ചെയ്ത ഒരാൾ നമ്മളെ മൊറോക്കൻ വിങ്ങർ ആയിട്ടുള്ള നോഹ സദോയി തന്നെയാണ്. പലരും നോ ഒരു സെൽഫിഷാണെന്ന് പറഞ്ഞ് പോലും പലരും കളിയാക്കിയിട്ടുണ്ട്. പക്ഷെ നോ ഇല്ലാത്ത ആ ഒരു വിങ് ബ്ലാസ്റ്റേഴ്സിന് കൃത്യമായിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലായിരുന്നു നോ ഇല്ലാത്ത ആ ഒരു വിങ്ങിൽ നമ്മൾ കണ്ടത്. അടുത്ത 4 മത്സരത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്ലേ ഓഫ് എന്ന ആ സ്വപ്നം ഒരു പക്ഷേ യാഥാർത്ഥ്യം ആയേക്കാം. അടുത്ത നമ്മുടെ 3 മത്സരം വെരി സ്ട്രോങ് ടീമിനെതിരെയാണ്. FC ഗോവ, അതുപോലെ മുംബൈ സിറ്റി, ജംഷഡ്പൂർ FC. ഇവർക്കെതിരെ ജയിക്കുക എന്നുള്ള ഡിഫിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ജയിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സോ അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. സോ എന്തായാലും നിങ്ങൾക്ക് പല ഒപ്പീനിയൻ ഉണ്ടാവും. സോ അതെല്ലാം ജസ്റ്റ് ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവർക്കും എല്ലാവർക്കും ഗുഡ് ബൈ.